ഒരിക്കൽ ശൗമേൽ പ്രവാചകൻ ഇസ്രായേലിനൊരു രാജാവിനെ തേടി ഇറങ്ങി. ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് ശൗമേൽ പ്രവാചകൻ ഇശായിയുടെ ഭവനത്തിൽ ചെന്നു. ഇശായിയുടെ മക്കളെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാനായിട്ട് ചെന്നു. ഇശായി തൻ്റെ 7 മക്കളെയും ശൗമേൽ പ്രവാചകന് മുമ്പിൽ നിർത്തി. അവരെ കാഴ്ചയിൽ ബഹുകേമന്മാരും സുന്ദരന്മാരും ശരീരത്തിന് ഒത്ത ശരീരമുള്ള വ്യക്തികളുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ അരുളപ്പാട് അവർക്ക് ലഭിച്ചത് ഇവരെ ആരെയും ദൈവം തിരഞ്ഞെടുത്തില്ല. ശൗമേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞു, ഇവരുടെ മുഖമോ ഇവരുടെ രൂപമോ നോക്കരുത്. ദൈവം മനുഷ്യരുടെ മുഖമല്ല നോക്കുന്നത്. മനുഷ്യൻ അവരുടെ കണ്ണിന് കാണുന്നത് നോക്കുന്നു, ദൈവമോ അവരുടെ ഹൃദയത്തെ നോക്കുന്നു. പ്രവാചകൻ ഇശായിയോട് ചോദിച്ചു, നിനക്ക് ഈ ഇത്രയും മക്കളെ ഉള്ളോ എന്ന് ചോദിച്ചു. ഇശായി പറഞ്ഞു, എനിക്കൊരു മകനും കൂടെ ഉണ്ട്, അവൻ കാട്ടിലായിരിക്കും, അവനെ വിളിക്കാൻ പറഞ്ഞു. ദാവീദ്, അവന്റെ പേരാണ് ദാവീദ്. ദൈവം അവനെ കണ്ടപ്പോൾ പറഞ്ഞു, അവനെ അഭിഷേകം ചെയ്യാം. ആ ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു, ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കി തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ ആരെങ്കിലും ഉണ്ടോ? ഈ ലോകത്ത് നമ്മൾ പലരെയും ബുദ്ധിമാന്മാരെന്ന് വിളിക്കുന്നത് അവർക്ക് ബുദ്ധി കൂടുമ്പോഴും അവർ സയൻറ്റിസ്റ്റ് എന്ന രീതിയിലായി തീരുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി പറയും, അവർ ക്ലാസ്സിൽ 1ാം റാങ്ക് എടുക്കുമ്പോൾ അവർ ബുദ്ധിമാന്മാരെന്ന് പറയും. ദൈവം ബുദ്ധിമാന്മാർ എന്ന് പറയുന്നവർ ഈ ലോകത്തിലെ കഴിവ് ഉള്ളവരെയല്ല, അവനെ അന്വേഷിക്കുന്നവരെയാണ് ദൈവം ബുദ്ധിമാന്മാരെന്ന് പറയുന്നത്. ഈ ലോകം പലരെയും മണ്ടബുദ്ധികളെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ ദൈവത്തെ അന്വേഷിക്കാൻ ഒരു മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ അവൻ എന്നെ നോക്കി വിളിക്കും, നീ ഒരു ബുദ്ധിമാനാണെന്ന്. ഈ ലോകത്തിലെ മനുഷ്യൻ കഴിവുള്ളവരെ അംഗീകരിക്കുമ്പോൾ ദൈവം കഴിവുള്ളവനല്ല അംഗീകരിക്കുന്നത്, താഴ്മയുള്ളവനാണ്. ഒരു പക്ഷേ എന്നെ ലോകം ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയാൽ, കഴിവില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയാലും ഞാൻ ദൈവസന്നിധി താഴുന്നവനാണെങ്കിൽ, ദൈവത്തെ അന്വേഷിക്കുന്നവനാണെങ്കിൽ ദൈവം എന്നെയും നിങ്ങളെ അംഗീകരിക്കും. ഈ പകൽക്കാലം നമ്മൾക്ക് ദൈവസന്നിധി താഴാൻ മനസ്സുണ്ടെങ്കിൽ, ദൈവസന്നിധി താണിരുന്ന് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അംഗീകരിക്കും. അവൻ നിങ്ങൾക്ക് ബുദ്ധിയെ നൽകും, അവൻ നിങ്ങളെ ഉയർത്തും. ദൈവത്തിന്റെ സന്നിധി താഴാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അവൻ നിങ്ങളെ ഉയർത്തും. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.